PSC കോഴക്കേസിൽ സംസ്ഥാന നേതൃത്വത്തിന് ഇന്ന് പരാതി നൽകുമെന്ന് പ്രമോദ് കോട്ടൂളി ഇന്ന് പോലീസിൽ പരാതി നൽകില്ലെന്നും കോട്ടൂളി വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷം മാത്രമേ അന്വേഷണ ഏജൻസികൾക്ക് പരാതി നൽകുന്നതിൽ തീരുമാനമെടുക്കുകയുള്ളൂ. CPM-നുള്ളിൽ തിരക്കഥാകൃത്തുക്കളുണ്ട്. ആരോപണം ഗൂഢാലോചനയുടെ ഭാഗമെന്നും പ്രമോദ് കോട്ടൂളി ആരോപിച്ചു. ആദ്യം പ്രമോദ് കോട്ടൂളിയുടെ വാക്കുകളിലേക്ക്. അതായത് അന്ന് മുതൽ ഞാൻ പറയുന്നുണ്ടല്ലോ, ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട്. ആ ഗൂഢാലോചന കൃത്രിമമായിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്തൊരു പരിവേഷം ഉണ്ടാക്കി ആ വാർത്തകൾ ചോർത്തി കൊടുത്ത് PSC അംഗമാക്കാൻ കോഴ കൊടുത്തു എന്ന് വാർത്ത കൊടുത്ത ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു വാർത്തയല്ലേ വരുന്നത്. ആ വാർത്ത സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾക്കകത്തേക്ക് എത്തിക്കപ്പെട്ട വാർത്തയാണ്. ഏതെങ്കിലും ഒരാൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച വാർത്തയല്ല. PSC അംഗത്തിന് കോഴ, പ്രമോദ് കോട്ടൂളിക്ക് 22 ലക്ഷം രൂപ കോഴ കൊടുത്തു എന്നല്ലേ വാർത്ത. ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആളുടെ അയാൾ പറയുന്നു പൈസ ഞാൻ കൊടുത്തിട്ടില്ല എന്ന്. ഇല്ലേ, അയാൾ പൈസ കൊടുത്തില്ല. അത് അയാൾ പറഞ്ഞത് സത്യമാണ്. അയാൾ പറയാൻ ലേശം വൈകിപ്പോയി. അതെനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഇപ്പം പറഞ്ഞെങ്കിൽ നന്ദി. ഇനിയും അയാൾ തുറന്ന് പറയട്ടെ. അയാളല്ലേ ഇതിനകത്ത് പറയേണ്ടത്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രമോദിൻ്റെ വാട്സപ്പ് ചാറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് പറയേണ്ടതുണ്ടോ എന്നൊക്കെ പറയണ്ടേ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഈ സ്ക്രിപ്റ്റ് റൈറ്റർമാരാരാണ്? ശാന്തകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശാന്തകുമാർ, ഇന്ന് രാവിലെ വരെ നമ്മൾ കണ്ടൊരു വാർത്ത അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരുന്ന ഒരു സംഭവം, ഇതുമായി ബന്ധപ്പെട്ട് പ്രമോദ് കോട്ടൂളി അഭിഭാഷകരൊപ്പം 11 മണിക്ക് പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെടും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു തീരുമാനത്തിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകാനാണ് പ്രമോദ് കോട്ടൂളിയുടെ നിലവിലെ തീരുമാനം. മാത്രമല്ല അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് തന്നെ ചതിച്ചതാണ്. ഈ പാർട്ടിയിൽ നിറയെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്, തിരക്കഥാകൃത്തുക്കൾ ഉണ്ടെന്ന് പറയുന്നു. ഇന്നലെ നമ്മളോട് അദ്ദേഹം പറഞ്ഞിരുന്നു ജില്ലാ കമ്മിറ്റിയിലെ ഒരംഗം തന്നെ ചതിക്കുമെന്ന് കരുതിയിരുന്നില്ല, തന്നെ ചതിച്ചതാണ് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് സംസ്ഥാന നേതൃത്വത്തിന് നൽകുന്ന പരാതി എത്തരത്തിലുള്ളതായിരിക്കും? എന്തൊക്കെ ആരോപണങ്ങളാകും അദ്ദേഹം ഉന്നയിക്കാൻ സാധ്യതയുള്ളത്? ഒപ്പം തന്നെ ഇന്നിപ്പോ ഈ കോഴാരോപണത്തിലെ സത്യം പുറത്തു വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP-യും കോൺഗ്രസും ഒക്കെ ഒരു പരസ്യ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുക കൂടിയാണല്ലോ. തീർച്ചയായും സേതുലക്ഷ്മി, ഈ വിഷയത്തിൽ പ്രമോദ് കോട്ടൂളി കൃത്യമായും പാർട്ടിയെ വിശ്വസിക്കുന്നു. സംഘടനാപരമായി ഒരു എതിർപ്പും അതിനകത്ത് കാണിക്കുന്നില്ല. പക്ഷേ പാർട്ടിക്കകത്ത് ഉള്ളവർ ചിലർ നടത്തുന്ന തിരക്കഥകളാണ് ഇതിന് പുറകിലുണ്ടായിട്ടുള്ളത്. താൻ പൈസ വാങ്ങിച്ചു എന്ന് പറയുന്ന ഇത് കൃത്യമല്ല. പൈസ കൊടുത്തു എന്ന ആരോപണം ഉന്നയിക്കുന്ന ആൾ അത്തരം ഒരു പൈസ കൊടുത്തിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പ്രമോദ് കോട്ടൂളി പറയുന്നത് ഈ ആരോപണത്തിന് പിന്നിൽ കൃത്യമായ ഒരു തിരക്കഥ തയ്യാറാക്കിയിട്ടുണ്ട്. പാർട്ടിക്കകത്ത് ഇരട്ട മുഖങ്ങളുള്ള നിരവധി പേരുണ്ട്. അത്തരം ആളുകളുടെ ഒരു രീതിയാണ് തന്നെ ഈ സംഘടനയിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് അതിന് പുറകിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിയമ നടപടികളിലേക്ക് പോകുന്നതിന് മുമ്പ് പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനത്തിൽ പരാതി കൊടുക്കുക. പാർട്ടിക്ക് സംസ്ഥാന കമ്മിറ്റിയുണ്ട്, സംസ്ഥാന സെക്രട്ടറിയുണ്ട്, പാർട്ടിയുടെ ഒരു കൺട്രോൾ കമ്മീഷനുണ്ട്. ഇവിടെ പരാതി കൊടുത്ത് ഈ പരാതിക്ക് മുകളിൽ ഒരു തീരുമാനമുണ്ടാകുക. ആ ഗൂഢാലോചന നടത്തിയവരെയും കണ്ടെത്തി താൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ കുറ്റത്തിൽ നിന്ന് അങ്ങനെ ഒരു കുറ്റകരമായ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് പാർട്ടിക്ക് അതിനുള്ള രീതികളുണ്ട്. അതിലേക്കാണ് സേതുലക്ഷ്മി പ്രമോദ് കോട്ടൂളി ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ശാന്തകുമാർ, കാരണം ഇത് വളരെ സങ്കീർണമായൊരു കാര്യമാണ്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ തന്നെ ശക്തമായ അധിക്ഷേപം അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് പ്രമോദ് കോട്ടൂളി. താൻ പൈസ വാങ്ങിച്ചിട്ടില്ല എന്നുള്ള കാര്യം, താൻ കോഴ ഇടപാട് നടത്തിയിട്ടില്ല എന്ന് തുടക്കം മുതൽ തന്നെ പ്രമോദ് കോട്ടൂളി പറയുന്നുണ്ട്. ഇന്നലെ നമുക്ക് ഈ ശ്രീജിത്തിന്റെ ശബ്ദരേഖ ലഭിച്ചിരുന്നു. അതിലും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പ്രമോദ് കോട്ടൂളിക്ക് കാശ് നൽകിയിട്ടില്ല, ഇവർ തമ്മിൽ പണം ഇടപാട് നടന്നിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹവും അടിവരയിടുന്നു. ഇനിയിപ്പോൾ മാത്രമല്ല, ജില്ലാ സെക്രട്ടറി അടക്കം പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന, അതായത് മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിനല്ല പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയതെന്ന് പറയുന്നു. പിന്നെ ആരുദ്ദേശിക്കുന്ന എന്ത് കാര്യത്തിനാണ് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയത് എന്ന ചോദ്യമാണ് ഇവിടെ വളരെ പ്രസക്തമായി നിൽക്കുന്നത്. എന്താണെങ്കിലും സംസ്ഥാന നേതൃത്വം ഇനി അന്വേഷിക്കട്ടെ, വിവരങ്ങൾ പുറത്തു വരട്ടെ. ശരി ശാന്തകുമാർ.